ആസൂത്രിതം ആസൂത്രിതം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കാണാത്ത കാര്യം പറയരുത്. ഒരു TTR ആണ് ഈ ടിക്കറ്റ് ഇവരോട് ചോദിക്കുന്നു, പ്ലാറ്റ്ഫോം ടിക്കറ്റോ മറ്റേ ടിക്കറ്റോ. പറഞ്ഞാൽ അവരുടെ ശുദ്ധഗതിക്ക് അവർ പറഞ്ഞു ടിക്കറ്റ് ഉണ്ട്, സിസ്റ്ററിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കേട്ടതേ അവരുടെ അയാളുടെ ഇത് പോയി. അയാൾ വെച്ച ഉടനെ ആളെ വേറൊരു നിങ്ങൾ TV കാണുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങളെ ഗുണ്ടയാണെന്നാ പറയുന്നത്, അല്ലാതെ പോലീസുകാരിയൊന്നുമല്ല. അവരെയൊക്കെ വിളിച്ചു കൂട്ടി. അവൾ വന്നപ്പോൾ തൊട്ട് പിന്നെ അങ്ങ് പോയി. അപ്പോൾ അതൊക്കെ ഏറെക്കുറെ ഒരു ആസൂത്രിതമല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാൾ തന്നെ തെറ്റുകാരനുള്ളെന്ന് വരികിൽ ഇതിപ്പോണെങ്കിൽ മാറ്റിയത് സത്യസന്ധമായിട്ടുള്ള തെളിവെടുക്കത്തില്ലേ അവർക്ക്, പോലീസുകാർക്ക്? പല രീതിയിൽ നിരാശയുണ്ട്, അതിനോടൊപ്പം പ്രത്യാശയുണ്ട്. ഇനിയും കിട്ടാതെ വരികയാൽ ഇപ്പം ഇച്ചിരി ദുരിതം അനുഭവിച്ചാലും കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. വന്നു എല്ലാവരും വന്നു. അവർ ഇവിടെ വന്നു, നിങ്ങൾ പേടിക്കണ്ട, ഇത് സംഗതി കിട്ടും, 1-2 ദിവസത്തിനകം ശരിയാകും എന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അനൂപ് ആൻ്റണി എന്നും പറഞ്ഞ ഒരാൾ പോയിട്ടുണ്ടല്ലോ, കോട്ടയംകാരൻ. പുള്ളി അവിടുന്ന് വിളിച്ചു, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഞാൻ ഇവിടുന്ന് ഇത് ഒഴിവാക്കിയിട്ടേ ഇവിടുന്ന് പോരുള്ളൂ എന്നും പറഞ്ഞു. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ BJP ആണ് എതിർപക്ഷത്ത് നിൽക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ BJP നേതാക്കൾ തന്നെ നിങ്ങളെ കാണാൻ വരുന്നതും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ആശാവഹമായിട്ടാണോ തോന്നുന്നത്? ഞാൻ അങ്ങനെയൊന്നും അവർ വന്നു അത് നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറയുകയില്ല. അവർ വന്നു, അവർ പറഞ്ഞു ഇങ്ങനെ ഈ BJPയെ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ അവർ കാണുന്നുണ്ട്. എന്നാലും നമ്മുടെ ഒരു ബന്ധുവുണ്ട് നാട്ടിൽ, ആ ബന്ധുവിൻ്റെ അടുത്ത ബന്ധുവാണ് ഈ ഷോൺ ജോർജ് എന്ന് പറയുന്നത്. അവൻ അറിഞ്ഞപ്പോൾ തൊട്ട് ഈ ഷോണിനോട് വിളിച്ച് പറയുന്നുണ്ടടാ ഇങ്ങനെ. അപ്പം ഞാനിവിടെ അന്വേഷിച്ചപ്പം നമ്മുടെ ഇവിടുത്തെ ബാക്കിയുള്ള പാർട്ടിക്കാരെല്ലാം ഉണ്ടെങ്കിലും അവിടെ BJPക്കാരുടെ അടുത്ത് കാര്യമില്ലല്ലോ, BJPക്കാരുടെ അടുത്ത്. അതുകൊണ്ട് BJP ഇടപെടാൻ വേണ്ടിയിട്ട് അവനോട് പറയാൻ പറഞ്ഞു. പറഞ്ഞാൽ അവൻ വിളിച്ചു പറഞ്ഞു എൻ്റെ പെങ്ങളാ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അവനോട് പറഞ്ഞു. നമുക്കിപ്പം രാഷ്ട്രീയമോ ഇതൊന്നും നമുക്കില്ല, നമുക്ക് എങ്ങനെയായാലും നമ്മുടെ കൊച്ച് പുറത്തു വരണം.